പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓ, നമ്മളെ വീടാണല്ലേ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാല് കാച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യണമെന്ന്. ഞാൻ വിചാരിച്ചത് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും കുറേ നാളെടുക്കും, 6-7 മാസം എടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം നമുക്ക് ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ഇവിടെ വച്ചിട്ട് നമ്മൾ ആ പുതിയ ഹോം ടൂർ ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. സത്യം പറഞ്ഞാൽ അറിയാമല്ലോ ഹോം ടൂർ ചെയ്യാമെന്ന് എനിക്കറിയാം. ഇവിടെ ഉള്ളത് വെച്ച് അറിയാമെന്നുള്ളത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷെ എനിക്കിനി ഇവിടെ സൈഡിൽ ഫ്രണ്ടിലൊക്കെ കുറച്ച് ചെടിയൊക്കെ വയ്ക്കണമെന്നുണ്ട്, ഇവിടെയൊക്കെ കുറച്ച് ചെടിയൊക്കെ വയ്ക്കണമെന്ന്. അപ്പം ഇപ്പോഴല്ല, പിന്നീട്. അപ്പം നമുക്ക് ഇനി ഉള്ളിൽ പോവാം ഗൈസ്. കമോൺ, വെൽക്കം ഹോം ഗൈസ്. അപ്പം ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ വീട് സിവിൽ എഞ്ചിനീയർ അക്ഷയ് എസ് മുരുകനാണ് സിവിൽ എഞ്ചിനീയർ. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. പിന്നെ ഇൻറ്റീരിയർ ചെയ്തത് പുട്ടുക്കുറ്റിയിലെ അരവിന്ദാണ് ഇൻറ്റീരിയർ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് ഓരോ സ്ഥലമായിട്ട് കാണാം. ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇന്നത് വേണം അങ്ങനെ വേണം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ എനിക്ക് അരവിന്ദ് കുറേ റെഫറൻസൊക്കെ അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്രയാണ് ബഡ്ജറ്റ്, അപ്പോൾ ഇതിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഭയങ്കര മിനിമലായിട്ടാണ് ഇൻറ്റീരിയറൊക്കെ മിനിമലായിട്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ രീതിയിലാണ് ഇൻറ്റീരിയർ ചെയ്തേക്കണത്. അപ്പം ഇത് സോഫയൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേനെ ഗൈസ്, അത് ഇന്നലെ സെറ്റ് ചെയ്തേണ്. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. പക്ഷേ TV നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല. TV ഇനി വാങ്ങണം, അത് വേറെ ട്വിസ്റ്റ്. TV യൂണിറ്റ്, പിന്നെ കുറച്ച് ഡെക്കേഴ്സൊക്കെ, ഇതൊക്കെ ഞാൻ മുന്നേ വാങ്ങിച്ചു വെച്ചേണേ. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. നിങ്ങൾ വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് ടൂറ് പോകുമ്പോഴത്തേക്ക് ഹോം ഡെക്കേഴ്സ് എപ്പോഴെങ്കിലും വാങ്ങിച്ച് കളക്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഇതിപ്പോൾ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ എങ്ങനെ വാങ്ങുമെന്ന്. നമുക്ക് എന്തിനോടും ചേർന്ന് പോകുന്ന കുറച്ച് ഇൻറ്റീരിയർ ഡെക്കേഴ്സ് വാങ്ങാൻ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് വെച്ച് ഭയങ്കര യൂസ്ഫുൾ ആയി. മറ്റേ അവസാനം തരുന്നറിയുമോ നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇത് കുറച്ച് ഡെക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് പ്ലാന്റ്സ്. ഞാൻ ബോട്ടണി പഠിച്ചതായതുകൊണ്ട് എനിക്ക് വീട് വയ്ക്കണം എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹമായിരുന്നു. എനിക്ക് വീട് വയ്ക്കുമ്പം കുറേ ലൈവ് പ്ലാന്റ്സ് വേണമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിരിക്കുന്നതൊക്കെ നോക്കുമെന്ന് ഞാൻ പറഞ്ഞു. താഴത്തെ നില അമ്മയും മാളൂടെ നോക്കും, മുകളിലത്തെ പ്ലാന്റ്സിൻ്റെ കാര്യം ഞാൻ നോക്കും. അതാണ് നമ്മളെ ഡീല് പറഞ്ഞേക്കണത്. അപ്പം എനിക്ക് കുറേ ലൈവ് പ്ലാന്റ്സ് വേണമെന്ന് അങ്ങനെ കുറേ ലൈവ് പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഡെക്കേഴ്സും ഇനിയും കുറച്ച് ഡെക്കേഴ്സൊക്കെ ഇടണ്ട കേട്ടോ. ഞാൻ ഇവിടെ ഒരു സൂത്രം കാണിച്ചു തരാം. സംഭവം നമ്മൾ കെയർ ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്വിച്ച് എവിടെയെന്ന് പറയൂടെ, ഞാൻ എല്ലായിടും പഠിക്കണതേ ഉള്ളൂ. സ്വിച്ചൊക്കെ ഇട്ടിട്ട് മീൻസ് ഇങ്ങനെ ഭയങ്കര നിഷ്കൊളിക്കല്. സ്വിച്ച് ഇടട്ടല്ല ഗൈസ്, ഏതൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അരവിന്ദിൻ്റെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ് സ്റ്റോറേജ് വേണം, എന്തില്ലേലും സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലം വേണമെന്ന് മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ വീട്ടുപേരിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേരിട്ടേക്കണം സദ്ഗമയ എന്നാണ്. സന്ധ്യ, ഗംഗ, മാളു, പിന്നെ അമ്മേരെ അവസാനത്തെ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഫാമിലി മെമ്പർ നമുക്ക് പറഞ്ഞു തന്നതാണ്. എൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു 10-15 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ഭയങ്കര അർത്ഥമുള്ളതും പിന്നെ അതിനേക്കാളും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മെമ്പർ പറഞ്ഞു തന്ന ഒരു പേരാകുമ്പോഴത്തേക്ക് അതെനിക്ക് കുറച്ചുകൂടെ സന്തോഷം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേരിട്ടത്. ഒരുപാട് പേര് ഒരുപാട് വരുന്നില്ലേ, എല്ലാവരും പറഞ്ഞ നല്ലത്, നല്ല പേര്, നല്ല രസമുണ്ട്, നല്ല പേരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു 15 പേര് ലിസ്റ്റ് ചെയ്ത് വെച്ച്. പക്ഷെ എന്നാലും ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഒരു കടയിൽ കയറിയിട്ട് തുണി എടുക്കാൻ പറ്റും, നമ്മൾ ആദ്യം ഒരു തുണി എടുത്ത് വയ്ക്കൂലേ, അത് കണക്കായിരുന്നു. എനിക്ക് ആദ്യം ഈ പേരാണ് പ്രയോറിറ്റി. അതിനുശേഷം വേറെ എത്ര നല്ലത് വന്നാലും ഇതിൻ്റെ എത്ര പോരാ എന്നുള്ളതായിരുന്നു. പിന്നെ ഇത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതാണ് നമ്മുടെ വീട്ടുപേര്.
അപ്പം എന്താ നമ്മളെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലോട്ട് പോകണം. ഇവിടെ റൂമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം ഗൈസ്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ തീർക്കാം. ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ. ഇവിടെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, ഇതൊക്കെ സെറ്റ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഈ വോളും ഈ കളറും, ഈ പച്ച കളറില്ലേ, ഈ ഒരു ഹെന്ന അല്ലെങ്കിൽ മെഹന്തി ഗ്രീൻ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു വോള് മീൻസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരവിന്ദൻ്റെ ബുദ്ധിയാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമില്ല, കാരണം ഞങ്ങൾ ഈ കളർ എടുക്കാൻ പോയപ്പോൾ ഞാൻ കണ്ട ഉടനെ പിടിച്ച കളറാണ് ഈ കളർ. എനിക്ക് ആ ഒരു മെഹന്തി അല്ലെങ്കിൽ ഈ ഹെന്ന ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ അടുക്കളയിലോട്ടാണ് പോണത്. അപ്പം നമുക്ക് ഓപ്പൺ കിച്ചൺ ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കിങ്ങനെ ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ള ആഗ്രഹം. അത് ഞാൻ കുറേ റെഫറൻസ് അയച്ചായിരുന്നു, അങ്ങനെ ഇങ്ങനെ അത് ഇതെന്നൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിലാണ് ഒതുങ്ങിയത്. അപ്പം ഇതിൽ ഒതുക്കി അരവിന്ദ്. അപ്പം ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. അപ്പം ഇനി എനിക്ക് ആക്ച്വലി ഇതെങ്ങനെയെന്ന് പറഞ്ഞു തരണമെന്ന് അറിഞ്ഞൂടെ. അപ്പം ഇവിടെ ഫുൾ എനിക്ക് മറ്റേ ഡെക്കറൊക്കെ വയ്ക്കാനും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്. കുറേ സക്കുലൻ്റ് പ്ലാന്റ്സുകൾ, കാക്ടസ്, അങ്ങനെ പിന്നെ അല്ലാതെ കുറച്ച് എല്ലാ ലൈവ് പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എനിക്ക് കുറേ ഡെക്കേഴ്സൊക്കെ വാങ്ങിച്ചു വയ്ക്കണമെന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഞാനും മാളും രാവിലെ കഴിക്കാൻ വരും, അല്ല എൻ്റെ അക്കോബിയും വരും കഴിക്കാൻ. അപ്പം ഞാൻ നെയ് റോസ്റ്റ്, അപ്പം, ദോശ, പുട്ട് ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാനില്ല. ഇന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് ദോശ ഉണ്ടാക്കും, ഞാൻ മസാല ദോശ ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇങ്ങനെ കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ ഇതൊക്കെ മരുന്ന് പറഞ്ഞു, ഞാനിവിടെ ഫുൾ കുക്കിംഗ് ആണ് ഗൈസ്. കാരണം എനിക്കിഷ്ടമാണ് കുക്കിങ്. നിർബന്ധിക്കാതിരുന്ന ചെയ്യാൻ എനിക്ക് വന്നിങ്ങനെ ചില മൊണാൾട്ട് സാധനങ്ങൾ പരീക്ഷിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇതാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ. അപ്പം എങ്ങനെ പറയണ, ഇങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ട് ഗൈസ്, എനിക്ക് അറിഞ്ഞൂടെ പറഞ്ഞുതരാൻ. ഇതിപ്പം കുറേ ലോഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് അത്ര അത്യാവശ്യമാണ് ഞങ്ങൾക്ക്. എനിക്ക് ഭയങ്കര, കാരണം എനിക്കിങ്ങനെ വാരി വലിച്ചിടാൻ താല്പര്യമില്ല, എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് കിടക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ പഴയ വീട്ടിൽ അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ എന്നെ മൊട്ടം പള്ളി വിളിക്കണ്ട എന്ത് കാണിച്ചു വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവിടെ നമ്മൾ ഫുള്ള് കണ്ട ഫുള്ള് സ്റ്റോറേജ് ഒന്നും വച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ തുറന്നു വെച്ചേക്കണതേ ഉള്ളൂ. മീൻസ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഈ ഒരു ഓവൻ കണ്ട, എനിക്ക് ഗോപിക ഗിഫ്റ്റ് ചെയ്തേനെ കേട്ടോ. ഹൗസ് വാമിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഗോപി ഗിഫ്റ്റ് ചെയ്തേന്. കുറേ ഗിഫ്റ്റുകളുണ്ട്, അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തില്ല, അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പം ഇവിടെ ഇങ്ങനെ ഇവിടെ ലൈവ് പ്ലാന്റ്സ് എങ്ങനെയുണ്ട്, ഇതൊക്കെ ഒരു 5 ദിവസം കഴിയുമ്പോൾ കാണുമെന്ന് എൻ്റെ അമ്മയുടെ ചോദിച്ച്. പക്ഷെ ഇതൊക്കെ കാണും ഗൈസ്, ഞാൻ ഉള്ളിടത്തോളം കാലം ഈ ലൈവ് പ്ലാന്റ്സ് ഒക്കെ കാണും. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം ചിമ്മിനി. ഇന്നലെ ഞാൻ ഇതിൽ കട്ടനൊക്കെ ഇട്ടായിരുന്നു ചിമ്മിനിയിൽ. ചിമ്മിനി മീൻസ് ഇതിൽ. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഫുള്ള് സ്റ്റോറേജ് ആണ്. ഇവിടെ കണ്ട, ഇവിടെയും ഫുള്ള് സ്റ്റോറേജ് ആണ്. നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് പാത്രമൊക്കെ വാങ്ങിച്ചു. ഞാൻ വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് പോലെ തോന്നുന്ന വലിയ നെയ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പാത്രം. കഴിഞ്ഞ കോവിഡ് മുതൽ ഞങ്ങളിവിടെ ദോശയാണ്. അപ്പം ഞങ്ങൾ വെച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് മസാല ദോശ, നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു പ്ലേറ്റ് വാങ്ങിച്ചു ഗൈസ്. നല്ല ഇഷ്ടം. ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ആണ്. അടുക്കളയിലായാലും റൂമിലായാലും എല്ലായിടത്തും വീട് നിറച്ച് ലൈറ്റ് ഉണ്ട്. കാരണം എനിക്ക് ഇരുട്ട് പേടിയാണ്, വെട്ടം എനിക്ക് നിർബന്ധമാണ് ഗൈസ്. പക്ഷേ ഞങ്ങളിപ്പം എന്താ വെച്ചാൽ ഇവിടെ രാത്രി മാത്രമേ ഈ ലൈറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, എല്ലാ ലൈറ്റിൻ്റെയൊന്നും ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ഒരു മണമായിട്ട് ഇവിടെ ഫുൾ പകൽ സമയത്ത് നല്ല വെട്ടം കയറും അകത്ത്. നമ്മളൊരു ലൈറ്റ് പോലും ഇടേണ്ട ആവശ്യമില്ല, എല്ലാ റൂമിലും നല്ല വെട്ടമുണ്ട്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നല്ല സൂര്യ വെളിച്ചം കയറണമെന്ന്, എപ്പോഴും നല്ല വെട്ടം വേണമെന്നാണ്. ഇപ്പം താമസിക്കുന്ന വീട്ടിലായാലും എൻ്റെ റൂമിൽ അങ്ങനെ സൂര്യ വെളിച്ചം കയറില്ല. ആ സൂര്യ വെളിച്ചം നമുക്ക് കൊണ്ടുവരുന്ന ഒരു പോസിറ്റീവ് സംഭവമുണ്ട് ഗൈസ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വെട്ടം നല്ല നിറച്ച് ജനലും വെട്ടമൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മളെ വർക്ക് ഏരിയ ഇത്രയാണ് ഉള്ളത്. ഒരുപാട് സ്റ്റോറേജും സിമ്പിളായിട്ട് നൈസായിട്ട് സൂപ്പറായിട്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് പോവാണ്. അപ്പോൾ വർക്ക് ഏരിയയും ഇതേപോലെ കളർ കോമ്പിനേഷനൊക്കെ ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട്. കാരണം നമ്മൾ 3 സിമ്പിളത്തികൾ മാത്രമേ ഉള്ളൂ. അപ്പം 3 സിമ്പിളത്തിയൊക്കെ മാത്രം വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വർക്ക് ഏരിയ. ഇതിപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ലൈറ്റ് കാണിച്ചാൽ യെസ് ഓക്കെ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ എപ്പോഴും ഉള്ളവർക്ക് കുറച്ച് ലൈക്ക് സ്റ്റോറേജ്, അതാണ് മെയിൻ. കണ്ടല്ലോ സ്റ്റോറേജ്. അത് പിന്നെ നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചു ഗൈസ്.
അപ്പം അത് നമുക്ക് ഇത് മസ്റ്റ് ഹാവ് ആയതുകൊണ്ട് മുമ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഇവിടെ മസ്റ്റ് ഹാവ് ആയതുകൊണ്ട് നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ ഒക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് അറിഞ്ഞൂടൂ, സത്യം പറയല്ല, ഞാൻ എന്തൊരു പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ് പറയണത്. എനിക്കിപ്പോഴും ഈ കാല് ഞാൻ വീട്ടിൽ നിൽക്കുന്നു, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ വീടാണല്ലേ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വരുമായിരിക്കും ആ വിശ്വാസം. ഇവിടെ ഇത്രയേ ഉള്ളൂ, പുറത്തോട്ട് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ ഗൈസ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയും? കുറേ സ്വിച്ചൊക്കെ ഉണ്ട്. ഓക്കെ, കമോൺ. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ ഇവിടെ ഒരു ഗ്യാസ് അടുപ്പുണ്ട് കേട്ടോ, പുകയടുപ്പുണ്ട്. ഇത് ചെറുതായിട്ട് സൈഡിലൊന്ന് ഇങ്ങനെ മറ്റേ കല്ല് കൂട്ടി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പം പുകയെടുപ്പ് വിറവ് കിട്ടാൻ ശോകമാണ്. അപ്പം പിന്നെ നമ്മളിതാ ഗ്യാസ് ഗ്യാസിൽ, കാരണം എൻ്റെ അമ്മയ്ക്കൊക്കെ പുകയെടുപ്പ് മസ്റ്റ് ഹാവാണ്. അപ്പം ഇപ്പം എന്താ ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്ത്. അപ്പം ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിംപ്ലത്തി ആയിട്ടുള്ള വർക്ക് ഏരിയയാണ്. ഫുൾ സ്റ്റോറേജ് ഉണ്ട്, മെഗലിനും താഴെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ വീട് വയ്ക്കണ പ്ലാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? പണ്ടത്തെ പോലെ നടുമുറ്റമൊക്കെ ഉള്ള വീട്, 4 കെട്ട്, അങ്ങനെയൊക്കെ ഇരുന്ന് എനിക്ക് ആഗ്രഹം. എന്ന് വെച്ചാൽ മറ്റേ ഇതുണ്ടല്ലോ, ചന്ദ്രോത്സവത്തിൽ ശ്രീഹരിയുടെ ലാലേട്ടൻ്റെ വീട്, ഇങ്ങനെ മഴ പെയ്യണം, അങ്ങനത്തെ സെറ്റപ്പായിരുന്നു. അപ്പം ഇവിടെ മഴ നനയാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അക്ഷയുടെ അടുത്ത് പറഞ്ഞു, അക്ഷയ് എനിക്ക് മഴ വേണം, മഴ നനയണം. പക്ഷെ മഴ പെയ്യുമ്പോഴത്തേക്ക് എനിക്കത് ലൈവായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തു ഗൈസ്. ഒരു കോർട്ടിയാട് ചെയ്തു. ആ ഒരു കോർട്ടിയാടാണ് ഗൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുമല്ലോ ഇഷ്ടപ്പെട്ട്, ആ ഒരു എക്സ്ട്രാ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണം. ഇതാണ്. ഇപ്പം തന്നെ ഒരു കാറ്റുണ്ട്, എനിക്കൊരു സന്തോഷം വന്നുകൊണ്ട് ഇവിടെ കാണുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ ആളെന്ന് പറയുന്നത് ഈ ബുദ്ധൻ കുഞ്ഞനാണ്. പുള്ളിക്കാരണം നമ്മൾ ഗ്രീൻ ഹേർട്സ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഗ്രീൻ ഹേർട്സ് മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഗ്രീൻ ഹേർട്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഗൈസ്. നമ്മളിങ്ങനെ കുറേ ബുദ്ധനെ നോക്കി, എനിക്ക് ചന്തമുള്ള എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ഐശ്വര്യമുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊരു പൊന്നെ എന്ന് കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു ബുദ്ധൻ വേണമെന്നുണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ബുദ്ധന്മാരുണ്ട് ഗൈസ്. എനിക്കിനിയും അവിടെ പോയി 2-3 ബുദ്ധന്മാരെയൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ കുട്ടി ബുദ്ധന്മാരെയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഇതാണ് നമ്മളെ മെയിൻ ആൾ. സത്യം പറഞ്ഞാൽ ഈ കോർട്ടിയാട് താങ്ക്സ് ടു അക്ഷയാണ്. കാരണം ഞാൻ അക്ഷയടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ വേണം, ഇന്നത് വേണം, എനിക്ക് ജാളി ഇന്നത് വേണം, ഇവിടെ ഇന്നത് പോകണം, ബുദ്ധൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ചെടി അങ്ങനെ ഇരിക്കണം, മരം ഇങ്ങനെ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് അക്ഷയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണിത്. അപ്പം എനിക്കിവിടെ ഇതേപോലെ വന്നിരുന്ന് എനിക്കിഷ്ടമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഈ കാറ്റ് ഒന്നാമത് നമ്മൾ ഇതിന് ചുറ്റും പണ ഏരിയയാണ്, നിങ്ങൾ കണ്ടായിരിക്കും, പണ ഏരിയയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്, നല്ല കാണാൻ വേണ്ടിയിട്ട്. കാണാനല്ല, ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സുഖമുണ്ട്. ഫുള്ള് ഇങ്ങനെ ഇവിടെ ആകുമ്പം മഴ പെയ്താൽ നനയും. അപ്പം മഴയത്ത് ഇങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ എനിക്കിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഒരു മഴയൊക്കെ എൻജോയ് ചെയ്ത് ചായയൊക്കെ കുടിക്കണം. എങ്ങനെയുണ്ട്? ഒടുക്കത്തെ ഫാൻറ്റസിയാണ്. എനിക്ക് എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഒരു എക്സ്ട്രാ സംഭവം, നമുക്ക് ഇഷ്ടമുള്ള ഒരു എക്സ്ട്രാ കാര്യം ചെയ്യണം. ആ ഒരു എക്സ്ട്രാ കാര്യമാണ് എൻ്റെ ഈ ഒരു കോർട്ടിയാടെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും എനിക്ക് ഈ കോർട്ടിയാട് വേണം, വിട്ടുവീഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത സംഭവമാണിത്. സോ ഇങ്ങനെ ജോലൈനും ഒക്കെ ഉള്ളതാണ്. മൂക്കിൻ്റെയൊക്കെ ഇത് കണ്ട ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ലുമ്പി സുന്ദരനായിട്ടുള്ള ബുദ്ധനാണ്. രാത്രി വെച്ച് ഞാൻ ഇന്നലെ പേടിച്ചായിരുന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ റിയലൈസ് അയ്യോ ഇവിടെ ബുദ്ധ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് പേടി മാറിയത്. അപ്പം ഇതാണ് നമ്മളെ കോർട്ടിയാട്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഊഞ്ഞാലിട്ട് ആടണമെന്നായിരുന്നു എൻ്റെ വേറൊരാഗ്രഹം. പക്ഷെ കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഊഞ്ഞാലിടാൻ നിവർത്തിയില്ല. പക്ഷെ കുഴപ്പമില്ല, വേണമെങ്കിൽ ഇവിടെ ഇടാം, പക്ഷെ വേണ്ട, ഇത് തന്നെ ഒരു സുഖമാണ്. ഇവിടേക്ക് ഇരിക്കാനും എന്തോ ഇവിടെ ഒരു സുഖമാണ് ഗൈസ്. ഇപ്പം നമ്മൾ അമ്മയുടെ റൂം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഇൻറ്റീരിയർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അത്യാവശ്യം വാർഡ്രോബും ഒക്കെ അവിടെ ഉണ്ട്, നല്ല വാർഡ്രോബൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ട് ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, നല്ല വാർഡ്രോബ് വാങ്ങിച്ചേണ്ട. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇവിടെ ചെയ്യേണ്ട. എൻ്റെ അമ്മയും പറഞ്ഞ് അമ്മയ്ക്ക് അമ്മ കിടക്കണ കട്ടിൽ മതി, വേറെ കട്ടിലൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള റൂമാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ റൂം. ഓക്കെ ഫാനിട്ട് ഓഫ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ റൂം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റൂമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല.
കാരണം ഇനി സാധനങ്ങൾ കൊണ്ടുവയ്ക്കാണ്ട് വാർഡ്രോബും മറ്റേ എന്തോന്ന് ഡ്രസ്സിങ് ടേബിളൊക്കെ കൊണ്ടുവയ്ക്കാണ്ട് അതൊക്കെ ഇനി കൊണ്ടുവയ്ക്കണം. അത് കൊണ്ടുവച്ച് പിന്നെ ഇവിടെ കുറച്ച് ചെവരിൽ കുറച്ച് ഡെക്കേഴ്സ് ഉണ്ട്, പിന്നെ സൈഡ് ടേബിളിൻ്റെ പണി ചെയ്യിക്കാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വരാണ്ട്, പിന്നെ ലാമ്പുണ്ട്. അതൊക്കെ വരുമ്പോൾ ഭംഗിയാവും. പക്ഷേ ഈ ബെഡ് അമ്മയ്ക്ക് ഇത് മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ ഇത് മതി, മതിയെങ്കിൽ മതി, നമുക്ക് വഴക്കില്ലല്ലോ, നമുക്ക് അടി ചെയ്യാം. അപ്പം ഇതാണ് അമ്മയുടെ റൂം. ഇനി ഇത് കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റൂമാണ് കേട്ടോ. ഗൃഹനാഥയുടെ റൂം ഭയങ്കര സിമ്പിളായിട്ടുള്ള റൂമാണ്. പിന്നെ നമ്മൾ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി മെത്തയൊക്കെ വാങ്ങിച്ചിട്ട്, മെത്ത കംഫർട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള റൂമാണ്. സാധനങ്ങൾ ഇനി കൊണ്ടുവയ്ക്കണം, അതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇവിടെ ഇനി സാധനങ്ങൾ കൊണ്ടുവയ്ക്കണം ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂം എക്സ്പ്ലോർ ചെയ്യാൻ ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ എത്ര പേര് ബാത്റൂമൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി ചെയ്യുന്നു. ഞാൻ അങ്ങനെ സൈക്കോ ആയിരുന്നു. കാരണം നിങ്ങൾ കണ്ടല്ലോ ടൈൽസ് എടുക്കാൻ വേണ്ടി 2-3 ദിവസം കൊണ്ടാണ് ടൈൽസ് എടുത്തത്, 2-3 ദിവസം കൊണ്ട്. കാരണം എനിക്ക് നല്ലതായിരിക്കണം, ഒരായുസിൻ്റെ സ്വപ്നമാണ് നമ്മളെ ഈ വീടെന്ന് പറയണം. അപ്പം ഇത് എനിക്കിങ്ങനെ എല്ലാം ഞാൻ ഭയങ്കര ഇതായിരുന്നു. ബാത്റൂം എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാൻ പല ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ അടിപൊളിയായിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പം ഓക്കെ, ഇത് തുടക്കമായിട്ട് കുറച്ച് ടഫാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഇത് ഭയങ്കര സിമ്പിളായിട്ടൊന്നല്ല, ടവലൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് കേട്ടല്ലോ. ഇന്ന് ഞാൻ കുളിച്ചു, മുടിയണം പറയല്ല. ഇവിടെ എനിക്കിങ്ങനെ എന്തോന്ന് ഇത് കണക്കൊരു മിറർ വേണം, മിററിനകത്ത് വാനിറ്റി വേണം. വാനിറ്റി തുറന്നാണെങ്കിലോ അതിനകത്തൊന്നുമില്ല, വേസ്റ്റും ഇത് മാത്രമേ ഉള്ളൂ. എനിക്കിങ്ങനെ ബ്ലാക്ക് ഇത് വേണം. പക്ഷെ ബ്ലാക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം, അത് വേറെ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ബ്ലാക്കൊക്കെ വാങ്ങിച്ചോ. അപ്പോൾ ഇത് ഫുള്ള് നമ്മളിങ്ങനെ ബ്ലാക്ക് ആക്സസറീസ് വെച്ചിട്ടാണ്, ബാത്റൂം ആക്സസറീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ള. സാനിറ്ററി വെയർസ് എല്ലാം ബ്ലാക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പം എന്തോ ഒരു എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇതിങ്ങനെ ഗോൾഡ് എപ്പോക്സി ഒക്കെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഇതാണ് അമ്മയുടെ ബാത്റൂം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഇത് നമ്മളെ വാഷ് ബേസിൻ്റെ ഏരിയയാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ട്. ഇതും സൂപ്പറാണ്. പിന്നെ ഇവിടെ ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടേ. ഇവിടെ ഇങ്ങനെ അകത്ത് കുറച്ച് സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് സ്റ്റോറേജാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെയും എനിക്ക് നമ്മളിവിടെ അല്ലേ, നമുക്ക് എല്ലാവരും ഇഷ്ടമാണല്ലോ, അത് വേറെ കാര്യം. ഇനി നെക്സ്റ്റ് എൻ്റെ മാളുവിൻ്റെ റൂമാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. എനിക്ക് അറിയാം മാളു മുതുക്കിയാണ്, എന്നെക്കാളും 1.5 വയസ്സിന് ഇളയതാണ് എന്നൊക്കെ എനിക്കറിയാം. ബിക്കോസ് ഞാനൊരു മുതുക്കിയുണ്ട്, അവളും എൻ്റെ അനിയത്തിരി മുതുക്കിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കണ്ണിൽ അവൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര എന്തോന്നാണ്, എൻ്റെ ബേബിയാണ്, എൻ്റെ കൊച്ചാണ്. അപ്പം അതുകൊണ്ട് മാളുവിൻ്റെ റൂം ഫുള്ള് ക്യൂട്ട്നെസ് വിതറിയാണ് ചെയ്തേക്കണത്. ഇത് ഭയങ്കര ക്യൂട്ട്നെസ് വിതറിയല്ല, പക്ഷെ ക്യൂട്ട്നെസ് ഇട്ടാണ് ചെയ്തേക്കണത് ഗൈസ്. ഇതാണ് മാളുവിൻ്റെ റൂം. എല്ലാ ലൈറ്റും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മാളുവിൻ്റെ റൂം. അപ്പം ഇവിടെ നിങ്ങൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തേക്കണത്. പക്ഷെ അവൾക്ക് കാരണം നമുക്ക് ഒരു വാർഡ്രോബേ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാർഡ്രോബൊന്നും ചെയ്യൂലായിരുന്നു. ഇപ്പം അവൾക്ക് വാർഡ്രോബ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഒരു സ്ലൈഡിങ് വാർഡ്രോബൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മകളുടെ ഡ്രസ്സ് ഒന്നാണ്, അപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ വേറെ സാധനങ്ങൾ വെച്ചേക്കാണ്. സാധനങ്ങൾ ഇവിടെ ഒന്നും വച്ചിട്ടില്ല, ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇതാണ് മാളുവിൻ്റെ സ്ലൈഡിങ് വാർഡ്രോബ്. ഇവിടെ കണ്ട മെഗലിലും വലിയ ലോഫ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിനെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഒരിടം എക്സസ് അല്ല, എനിക്ക് എത്തൂല, എത്തൂല. അപ്പോൾ ഇനി എല്ലാ ഏണിയല്ലോ വാങ്ങിച്ചു വയ്ക്കണം. ഇതെൻ്റെ മാളുവിൻ്റെ ബെഡ് ഗൈസ്. ബെഡ് എല്ലാവർക്കും മുതുക്ക് ബെഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ബെഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുക, സൂയിക്കുക, സൂപ്പറായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് ബെഡൊക്കെ. പിന്നെ ഇത് കണ്ട, ഇതെങ്ങനെ ഉണ്ട്, ഇത് പുതിയതാണേ. ഇതിങ്ങനെ ഈ ഡെക്കർ അമ്മയുടെ റൂമിൽ ഡെക്കേഴ്സ് വയ്ക്കാണ്ട് ഇപ്പം മാളുവിൻ്റെയാണ് കിട്ടിയത് നമുക്ക്. അപ്പം ഇത് 3 ഇതെന്തോ ഒറിജിനൽ കല്ലിൽ എന്തോ ചെയ്താണ്ട് എടുത്തതാണ്. എനിക്കറിഞ്ഞൂടാ, അതിനെന്തോ പറഞ്ഞായിരുന്നു ആ കടയിലെ ചേട്ടൻ, ഞാൻ മറന്നുപോയി. അപ്പം ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സംബന്ധം ഇന്ന് രാവിലെയാണ് വെച്ചത്. പക്ഷേ
ഇങ്ങനെ കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലോ. ഇനിയൊന്നുമില്ല, ഇനി ഇവിടെ കർട്ടനൊക്കെ ഇടാനുണ്ട്. പക്ഷെ കർട്ടനൊക്കെ ഇനി വരുള്ളൂ, കാരണം ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ, കാരണം അത് ഇച്ചിരി ടൈം എടുക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ കർട്ടൻ വരാനുണ്ട്, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മാളൂന് ഇതാ ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഫോൺ ചാർജ് ചെയ്തിട്ടാണ് സ്റ്റഡി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അവൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം 24 മണിക്കൂറും പുസ്തകം തിന്നുമായിരുന്നു ചില സമയത്ത്. ഇപ്പം കുറേ കാര്യമായിട്ടാണ് മറ്റേ സീരീസൊക്കെ കണ്ടിട്ടൊക്കെയാണ്. ഇതാ ഇവിടെ ഫുള്ള് നമ്മുടെ ഇതാണ് സ്റ്റോറേജ് ആണ്. ഇവിടെ സ്റ്റോറേജ് ആണ്. ഇവിടെ കണ്ട, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ മറന്നു ഗൈസ് ഇവിടെ ലൈറ്റുള്ള കാര്യം. നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ കിണയാണെന്ന്, കാരണം ഞാൻ മറന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് കാണുമ്പോഴാണ് ആലോചിക്കണത്. അപ്പോൾ ഇവിടെയാണ് മാളൂനിരുന്ന് പഠിക്കാനുള്ള സ്ഥലം. ഇനി ഇവിടെ ഒരു ചെയറൊക്കെ വാങ്ങിച്ചിടണം. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത്, അപ്പം ഇനി എല്ലാം പയ്യെ ടൈം എടുത്ത് നമുക്ക് എപ്പോഴാണോ ബഡ്ജറ്റ് വരണം അതിനനുസരിച്ചിട്ട് പയ്യെ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് മാളൂൻ്റെ ബാത്റൂം ടൂർ, ഇതൊക്കെ ഹോം ടൂറിൽ കാണിക്കുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ഇതാണ് മാളൂൻ്റെ ബാത്റൂം. ഓക്കെ ഗൈസ്, ഇവിടെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മാളു ക്യൂട്ടിയാണ്, എൻ്റെ ക്യൂട്ടിയാണ് മാളു. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ടൈൽസൊക്കെയാണ് വെച്ചാൽ കണ്ട, ഇങ്ങനെ പുല്ല് കാട് അങ്ങനത്തെയൊക്കെ ടൈൽസ്. പിന്നെ ഇത് കുറച്ച് കാടൊക്കെ ഇന്നലെ വന്നത്, അത് ഭയങ്കര കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് വയ്ക്കാൻ. കാരണം ബാത്റൂമിൽ ബോസ്റ്റോൺ ഫേൺ എന്ന് പറഞ്ഞ ഫേൺ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങനെ ഒരു ഇതിൽ കണ്ട്. അപ്പോൾ ഇതാണ് മാളുടെ റൂം. മാളുവിൻ്റെ അമ്മയുടെ റൂമിൽ ഫുള്ള് ഇതാണ് കേട്ടോ, എന്തോന്ന് ബാത്റൂമും എല്ലാം കറുത്ത ബ്ലാക്ക് മാറ്റ് ആക്സസറീസാണ് കൊടുത്തിട്ടുള്ളത്. സത്യമായി നമ്മൾ ഇതുവരെ ഇവിടെ നിന്ന് കുളിച്ചില്ല എന്നുള്ളതാണ് സത്യം. മാളവും കുളിച്ചില്ല, കാരണം നമ്മൾ ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ല, ഇനിയെ കൊണ്ടുവരുവളല്ല. അപ്പം എനിക്കൊന്ന് ഇന്നാണ് അവള് കുളിക്കുമെന്ന് തോന്നാണ്. അപ്പം ഇതെല്ലാം എനിക്കിതൊക്കെ ഓക്കെ പുനൂതാൻ കാണിച്ചത്. അപ്പം ഇത് മാളൂൻ്റെ ബാത്റൂമാണ്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് ഞാൻ വച്ചതിൻ്റെ മെയിൻ വേറൊരു റീസൺ, മാള് വെളി ഇറങ്ങൂല. അപ്പം ഈ പച്ചപ്പൊക്കെ പച്ചപ്പൊക്കെ കണ്ടാൽ നമ്മളെ മൈൻഡിനായാലും മനസ്സിനായാലും എല്ലാത്തിനും നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിലൊരു പച്ചപ്പിരിക്കട്ടെ, പച്ച ടൈൽസ് പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം എന്താ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. ഇവിടെയൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ ഉണ്ട് സ്റ്റോറേജ് എന്നുണ്ട്, കോൾഗേറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നാളെ പല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ എത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതാണ് നമ്മളെ മാളൂൻ്റെ ബാത്റൂം. അപ്പം ഇവിടുത്തെ നമ്മളെ പരിപാടി തീർന്നു. അപ്പം എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾ പറയൂ. അങ്ങനെ നമ്മൾ അമ്മേരെയും മാളൂൻ്റെ റൂം കണ്ട് ഇനി എൻ്റെ സാമ്രാജ്യത്തിലോട്ടാണ് ഗൈസ് പോണത്. അപ്പം ഞാൻ പറയാം, ഇതൊക്കെ ലൈക്ക് എല്ലാം സെറ്റ് ചെയ്തു. ഇനി മെഗലിലോട്ട് സെറ്റ് ചെയ്യണം എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് നമുക്കിങ്ങനെ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്കറിയാലോ ഗൈസ്, ഇത്രയും വർഷം ഞാൻ കർട്ടനിൽ പിടിച്ചിരുന്ന ആളാണ്. ബോറടിക്കുമ്പോൾ കർട്ടൻ കളർ മാറ്റിയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എല്ലായിടത്തും നടന്ന് വീഡിയോ എടുക്കണം. ഇവിടെ അവർക്ക് ഞാൻ പ്രൈവസി എടുത്തു, അവരവരുടേതായിട്ടുള്ള ഹാപ്പി മൊമെൻറ്റ്സ് ഇരിക്കട്ടെ. അപ്പം എനിക്കല്ലാതെ സൂപ്പറായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്ത് ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല പോലെ ഇത് എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കർട്ടൻ വരും കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിയിരിപ്പുണ്ട്, അതൊക്കെ പിന്നെ മാറ്റണം. അപ്പം എനിക്കിങ്ങനെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കണം. അപ്പം ഇനി അങ്ങോട്ട് ഫുള്ള് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോണത് വീഡിയോ എടുക്കണ തത്രപ്പാടിലുള്ള സംഭവങ്ങളാണ്. അപ്പം നമുക്ക് തുടങ്ങാം, കമോൺ. ഇനി ഇത് നമ്മുടെ എൻ്റെ റൂമിലൊക്കെ പോകാനുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ 2 സോഫ ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ കവർ പൊട്ടിക്കായിട്ടേണ്ട, കാരണം ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് പൊട്ടിക്കാന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഇളവി പോയി. പക്ഷെ ഇത് ഇന്ന് റാപ്പ് ചെയ്യും, നമ്മളെല്ലാം കൂടെ റാപ്പ് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ എന്തോന്നും ഞാൻ ഇവിടെ ഒരു ചെറിയ സ്റ്റഡി യൂണിറ്റ് പോലെ ചെയ്ത്. ഇത് വേറൊന്നുമല്ല, എൻ്റെ 2 കുഞ്ഞുങ്ങൾ, എൻ്റെ അക്കൂനും അബിക്കും ഞാൻ പറഞ്ഞ് പഠിക്കണം, ഇവിടെ വന്നിരുന്ന് പഠിക്കണം, പഠിക്കാൻ സ്ഥലമില്ല, മറ്റേ താഴെ TV വെച്ചാൽ ഡിസ്റ്റർബൻസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സെറ്റ് ചെയ്ത് അവന്മാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് എനിക്ക് സ്റ്റോറേജ് വേണമെന്നുള്ളൂ. ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റ് പോലെ സെറ്റ് ചെയ്ത് ഇവിടെയും ഫുള്ള് ഇതാണ് കേട്ടോ, കണ്ട ഫുള്ള് ഇത് കണക്ക് ഫുള്ള് സ്റ്റോറേജാണ്. ഇത് കണക്ക് ഫുള്ള് എല്ലാം സ്റ്റോറേജാണ്. പിന്നെ ഇവിടെ ഒരു കുഷൻ വരും. കുഷൻ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇരിക്കാം. ഇപ്പോഴും ഇരിക്കാതിരിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കുഷൻ കൂടെ വരുമ്പോഴത്തേക്ക് നല്ല സുഖമായിരിക്കും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് ഞാൻ മറന്നുപോയി, ഞാൻ മറന്നുപോകും. എനിക്ക് ഈ ലൈറ്റുള്ള കാര്യം ഞാൻ മറന്നു. ഓക്കെ, അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്. ഇവിടെ ഫുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ
എന്തോന്നും എനിക്കറിഞ്ഞില്ല ഗൈസ്. മറ്റേ ചക്കക്കൂട്ടാൻ കണ്ട പിള്ളേർ വിരൽ പിടിച്ചുള്ളൊരു ചക്കക്കൂട്ടാൻ കണ്ടാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതെല്ലാം ഫുള്ള് സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പഠിക്കാൻ വേണ്ടിയിട്ട് മാളൂനായാലും അക്കു ആർക്കാണ് പഠിക്കുക, പക്ഷെ മെയിനായിട്ട് ഞാൻ അമ്മമാരുടെ ടാർഗറ്റ് ഇതാണ് സെറ്റ് ചെയ്തേക്കണത്. അമ്മമാർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും കുറേ സാധനമൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പറയാം, ഇത് നിങ്ങൾക്കറിയാം ഞാൻ ഒരു യൂട്യൂബറാണ്, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ പറയുക, നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുക്കണം, നമുക്ക് അത് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കിപ്പം നമ്മൾ താമസിക്കാൻ വേണ്ടി അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഞാൻ കട്ടം മാറ്റിയായിരുന്നു എൻ്റെ പരിപാടി. പക്ഷെ അതുകൊണ്ട് എൻ്റെ റൂം ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം. സോ ഗൈസ്, ദിസ് ഈസ് മൈ റൂം. എൻ്റെ റൂം എന്ന് ഇങ്ങനെ പറയാം, ഒഫീഷ്യലി പറയാം അമ്മുവിൻ്റെ മാറിൻ്റെ റൂം, അങ്ങനെയല്ല. ഇത് ഞങ്ങളെ 3 പേര് സ്ഥലമാണ്. അങ്ങനെ ഇന്ന ആൾക്ക് എന്നൊന്നുമില്ല, എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അപ്പം ഇന്ന ആൾക്ക് എന്നൊന്നുമില്ല, ഒരു സ്റ്റിക്കർ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അല്ലെങ്കിൽ ഈ റൂം എന്ന് പറയണത്. ഇത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, രാവിലെ തുറന്ന് രാവിലെ ഉറക്കണിച്ച് കർട്ടനൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ പോയി വെളിയിലോട്ടൊക്കെ പോയിരിക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബാൽക്കണി വേണം, ഇങ്ങനെ ഒരു ബാൽക്കണി സെറ്റപ്പ് വേണം, ഇങ്ങനെ സൂപ്പറായിട്ട് ഉണ്ടോ. എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. കാരണം ഞങ്ങളെ നാട് അല്ലെങ്കിൽ എൻ്റെ ഈ സ്ഥലം എന്ന് പറയണത് കുറച്ച് നല്ല പ്രകൃതിയും രമണിയും എല്ലാവരും കൂടെ ഉള്ള രമണി എൻ്റെ അമ്മൂമ്മയാണ്. അപ്പം ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പം ഇങ്ങനെയൊക്കെ വന്നിരിക്കണം. കൊട്ടം വെയിലാണ് ഉച്ചയ്ക്ക്, അപ്പോൾ ഇവിടെയൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ വന്നിരുന്ന് ഇവിടെയൊക്കെ ഇരുന്ന് ചായയും വെള്ളവും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാനൊരു ആഗ്രഹം. അങ്ങനെയാണ് ബാൽക്കണി മെയിനായിട്ട് എൻ്റെ റൂമിൻ്റെ ഇവിടെ നിന്ന് ബാൽക്കണി മെയിനായിട്ട് ചെയ്തത്. അപ്പം ഇതാണ് ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാണ്ട്, പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാം നമുക്ക് സമയം പോലെ. പക്ഷെ ഇതിൽ തന്നെ നമ്മൾ പിന്നെ ഞാനും അമ്മയും മകളൊക്കെ എന്തിലും മറ്റേ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും ഓക്കെയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറ്റി ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പം എൻ്റെ ചൈന ഡോൾ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ നല്ലോണം കണ്ടോ, ദിസ് ഈസ് മൈ റൂം. ഓക്കെ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മിറർ വന്നിട്ട് ഈ മിററിൽ ഇങ്ങനെ അകത്ത് കുറച്ച് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മെയിനായിട്ട് എനിക്ക് കുറച്ച് ആക്സസറീസൊക്കെ തൂക്കിയിടാനും ഒക്കെ അങ്ങനെ ചെയ്തത്. അപ്പം ഇതാണ്. പിന്നെ ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ 2 ഇടത്ത് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ഈ വലതുവശത്ത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെയും നല്ലതാണ്. ഇവിടെ വ്യൂ കിട്ടണുണ്ടോ, ഇവിടെ നല്ലതാണ്. അവിടെ അങ്ങോട്ട് പൊന്മുടിയാണ്. അപ്പം മഴ പെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ കൈ സെറ്റാണ്, രാത്രി സെറ്റാണ്, കോട വരും, അതാണ് പൊളി. എനിക്കിത് പറയുമ്പോൾ രോമാഞ്ചാണ്, അത്രയ്ക്ക് പൊളിയാണ്. എൻ്റെ തള്ളം നീ പെണ്ണ്, പക്ഷെ തള്ളല്ല കൈസ്. അപ്പുറത്ത് മൊട്ടം കാടായതുകൊണ്ട് കാണിച്ചു തരാം. മൊട്ടം കാടായതുകൊണ്ട് ഇവിടെ നല്ല രസമാണ് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ. പിന്നെ അപ്പുറത്ത് റബ്ബർ പണയുണ്ട്, കൊതുകുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ ബാത്റൂം ഇല്ലേ, ഒക്കെ ഉണ്ട് സംഭവം. ഇത് ഹൈഡിങ് ഡോറായിട്ട് ചെയ്തേക്കാണ്. കുറച്ച് ദിവസമല്ലേ ആയതുള്ളൂ, അപ്പം യൂസ് ചെയ്യാൻ കുറച്ച് ടഫാണ് തുടക്കമായതുകൊണ്ട്. ഗൈസ്, ഇത് ഭയങ്കര ആഗ്രഹത്തിൽ ചെയ്തതാണ്. കാരണം എനിക്കൊരു ഡ്രസ്സിങ് അല്ലെങ്കിൽ ഒരു വാക്കിംഗ് വാർഡ്രോബ് എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സ് വയ്ക്കാനും ഒക്കെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒരു വാക്കിംഗ് വാർഡ്രോബ് സെറ്റ് ചെയ്തു ഗൈസ്. ഇത് എനിക്ക് സന്തോഷമാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. കുഞ്ഞായിട്ട് ഉള്ള സ്പേസിൽ ഞാൻ എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ മോഡലാണ് കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞു, എനിക്കിത് തന്നെ വേണം. വുഡിൻ്റെ ഇതിൽ ഇങ്ങനെ ഗ്ലാസ് ബ്ലാക്ക് ടിൻറ്റ് പറഞ്ഞാൽ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു മിററും ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് സന്തോഷം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വേണമെന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നാണ്. ഫുൾ ഇവിടെയൊക്കെ മുകളിൽ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ വയ്ക്കണം. ഇനി ഇതൊക്കെ പറക്കി വയ്ക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതാണ് കുഞ്ഞാണേ, പക്ഷെ ഭയങ്കര ചെറിയ സ്പേസിൽ പക്ഷെ നൈസായിട്ട് അവൻ ചെയ്തു. അതാണ് ഒരു വലിയ കാര്യം എന്ന് പറയണത്. അപ്പം ഇവിടെയും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫുള്ള് സ്റ്റോറേജും അങ്ങനെയൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് സത്യമല്ല, എനിക്ക് ഈ വാക്കിംഗ് വാർഡ്രോബ് നമുക്കൊരു ആഗ്രഹമാണല്ലോ നമ്മളെ റൂമിൽ ഇന്നതുപോലെ ചെയ്യണം. കാരണം മെയിനായിട്ട് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഫാഷൻ ബ്യൂട്ടി, ഈ വ്ളോഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതല്ലാത്തവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ
ബാത്റൂമിലോട്ടാണ്. ഈ ബാത്റൂം എൻ്റെ ഒരു 4-5 കൊല്ലത്തെ സ്വപ്നമാണ് ഈ ബാത്റൂം എന്ന് പറയുന്നത്. കാരണം ഈ ബാത്റൂമിൽ ഓരോ കാര്യം ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അതേപോലത്തെ ഒരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ആ ബാത്റൂമിൽ നിന്ന്. അപ്പോൾ എനിക്ക് അവരുണ്ട് നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബാത്റൂമിൽ സ്പേസ് ഉള്ളവരടുത്ത് ഇതണക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇവിടെയാണ് സ്പേസ് ഉണ്ടായത്. അപ്പം ഇവിടെ അതേപോലെ അങ്ങ് ചെയ്തു. ഇപ്പം ഇവിടെ കുളിച്ചിട്ട് പോയതേ ഉള്ളൂ. എൻ്റെ അബിക്കുട്ടൻ ഇവിടെ നിന്ന് കുളിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബാത്റൂം. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടു ഗായ്സ്, ബാത്ത് ടബൊക്കെ ഉണ്ട്. ഇത് സീരിയസ്ലി എൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ ഭയങ്കര കാരണം എൻ്റെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു ബാത്റൂം വയ്ക്കാൻ പറ്റും, ഒരു വീട് കഴിയുമ്പോൾ ഒരു ബാത്റൂം വയ്ക്കുമ്പോൾ ഒരു കുഞ്ഞ് ബാത്ത് ടബ് ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവം എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇതിലെന്നും കുളിക്കുകയും ചോദിച്ചാൽ അന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ കുളിക്കാൻ ആളുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എൻ്റെ അക്കുണ്ട്, അബിയുണ്ട്, മാളുണ്ട്. മാളുൻ്റെ കാര്യം ഡൗട്ടാണ്. എന്നാൽ മാളു നമ്മളെ ഇപ്പം എല്ലാവർക്കും കാണില്ലേ ബാത്ത് ടബിൽ കുളിക്കണം അങ്ങനെ ഇങ്ങനെ. പക്ഷെ മാളുവിന് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. മാളുവിന് ഇങ്ങനെയൊക്കെ ഒന്ന് കുളിച്ചാൽ മതി എന്നൊക്കെയുള്ളതാണ്. അപ്പം എൻ്റെ അക്കു അബിയും കാണും എന്നും കുളിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഒരു ബാത്ത് ടബ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബാത്ത് ടബ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് സ്ലൈഡിങ് പാർട്ടീഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തെയും പോലെ സ്റ്റോറേജ് ഉണ്ട്. അത്രയേ ഉള്ളൂ, സ്റ്റോറേജ് അത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ബാത്റൂം. പിന്നെ ഇതിനെ പറയുകയെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം എല്ലാവരും പറയുമോ ഇങ്ങനെ ബാത്റൂമിൽ മാത്രമേ ബാത്ത് ടബ് ഉള്ളൂ. ഗൈസ് ഉള്ള സ്പേസിൽ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് എൻ്റെ റൂം ഇന്നാളെ റൂം അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് 3 പേർക്കും തുല്യമായിട്ട് അവകാശമുണ്ട് എല്ലാ സ്ഥലത്തും. സോ ഗൈസ് ഇതാണ് എൻ്റെ റൂം ടൂർ എന്ന് പറയുന്നത്. റൂം ടൂർ തന്നെ അത്യാവശ്യം ഉണ്ടെന്നറിയാം. കാരണം ഇത് നോക്കി ചെയ്തതാണ് ഗൈസ്, നോക്കി ചെയ്തത്. പിന്നെ പുറത്തൊരു ബാൽക്കണി കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. നല്ല കാറ്റും വെട്ടവും കിട്ടും. അതാണ് എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. നല്ല കാറ്റും വേണം, നല്ല വെട്ടവും വേണം. അപ്പം മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം അതാണ്. ഫുൾ ബാൽക്കണി, ഫുള്ള് ലൈറ്റ്, ഫുള്ള് ഗ്ലാസ് വിൻഡോ അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കണത്. ഇത് നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും ചായയൊക്കെ കുടിക്കാനും. പിന്നെ ഒരാഗ്രഹം, ബോട്ടണി പഠിച്ചുകൊണ്ട് ഇപ്പം ബോട്ടണിയായിട്ട് എനിക്കൊരു ബന്ധമില്ല. അതായത് ഈ പ്ലാന്റ്സുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ചെറിയൊരു മിനി നഴ്സറിയൊക്കെ പോലെ ചെയ്യണമെന്ന്. എനിക്കറിയാം അത് നടക്കാമെന്നല്ലെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും. പക്ഷേ ഗൈസ് ഞാൻ നോക്കൂ, ഇത് ഞാൻ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. കാരണം എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ദാറ്റ്സ് എ മാറ്റർ. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാൽക്കണി, മെഗല്ലത്തെ ഫ്ലോർ എന്ന് പറയണം. റൂമൊക്കെ കണ്ടല്ലോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെഗല്ലത്തെ ലിവിങ് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം കൂടെ ഉണ്ട്. ഇത് തുറന്ന് കാണിച്ചിരുന്നില്ല, അല്ലേ ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലേ? അല്ല ലൈറ്റ് എവിടെ ഇതിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ് ഇതാണ് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇവിടെ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വളരെ സിമ്പിളാക്കി മാത്രമാണ്. ഓക്കെ ഗൈസ് നമ്മൾ ഇവിടുത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹോം. പിന്നെ നമുക്ക് 3 പേരെടുത്ത് നമുക്ക് 3 കാര്യങ്ങൾ ചോദിക്കാണ്ട്, 2 പേർക്ക് 2 കാര്യങ്ങൾ ചോദിക്കാണ്ട്. സോ ഗൈസ് കമോൺ, അവരുടെ കൂടെ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് ഇവിടെ ഒരുങ്ങിയിരിക്കണുണ്ടോ? ഞാൻ വീഡിയോ എടുക്കും, ഒരുങ്ങി വരാൻ പറഞ്ഞ് 10 കാതെന്തരുത് കാതില്. ഓക്കെ, ഞാൻ അമ്മയുടെ അടുത്തും മാളുവിൻ്റെ അടുത്തും അക്കുവിൻ്റെ അടുത്തും അബിയുടെ അടുത്തും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം നമുക്ക് അക്കുവിൻ്റെ അടുത്ത് ചോദിക്കാം, അല്ല അബിയുടെ അടുത്ത് ചോദിക്കാം. അബി ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏത്? ഏത്? കോർട്ടിയാട്. ഓ ഓക്കെ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കോർട്ടിയാടാണ്. മാളു? കോട്ടിയാട്. അമ്മ? കിച്ചൺ. അടുക്കളയാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം. അക്കു മക്കൾക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏത്? എടാ ഇങ്ങോട്ട് വന്നാണ് ഉറച്ചു പറയടാ. കോർട്ടിയാട്. അവന് പറഞ്ഞു കൊടുത്തില്ല അത് കോർട്ടിയാടാന്ന്. ഇന്നലെ അവനെ പഠിപ്പിച്ചെടുക്കാൻ ഇതാ. സോ ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നറിയോ ഗൈസ്? അല്ല, ഈ വീടോട് എനിക്കിഷ്ടമാണ്. എന്തൊരു ഉത്തരമാണ് നിങ്ങൾ ചുമ്മാ ഗൈസ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബുദ്ധൻ്റെ അടുത്തിരിക്കുക, 10 നുണ പറയുക, ചായ ഓടിക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പം
ഗൈസ് ഇതാണ് നമ്മളെ വീട്. എന്തെങ്കിലും പറയണോ? എല്ലാം കാണിച്ചു. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? കാണിച്ചത് നല്ലത്, സന്തോഷം കാണിച്ചതിന്. എല്ലാരും കാണട്ടെ വീട്. ഓക്കെ ഗൈസ്. മാളൂന് എനിക്കും സന്തോഷം. ഓക്കെ. അമ്മയ്ക്ക് അമ്മയുടെ റൂം ഇഷ്ടപ്പെട്ട? കട്ടില് എല്ലാം ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. അങ്ങോട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു. ഡോറ നാളെ നിനക്ക്? എനിക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട്. ഏത് റൂം ഏറ്റവും ഇഷ്ടപ്പെട്ട? ഇല്ല. അക്കൂട്ടന? ഉറച്ചുറച്ച് എല്ലാ റൂമും ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മളെ വീടെന്ന് പറയണത്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ കോൺസെപ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ കോൺസെപ്റ്റ് എന്ന് പറയണത്. ഇത് ഞാൻ എൻ്റെയും അക്ഷയുടെയും അരവിന്ദിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയുള്ള ഒരു മിശ്രിതമായിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പം രണ്ടുപേർക്കും താങ്ക്സ് ഉണ്ട്. കാരണം ഈ നിമിഷം വരെ അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം അത് തന്നെ വലിയ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീടെന്ന് പറയുന്നത് നമ്മൾ ലക്ഷറി ആയിട്ടുള്ളൊരു സാധനം വച്ചതല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വച്ചതല്ലോ, സോഫ, കസേര, മേശ, ചെരുപ്പ്, ഡ്രസ്സ് ഒന്നുമല്ല നമ്മളെ വീട് എന്നുള്ള കോൺസെപ്റ്റ്. അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം, എന്നെ സംബന്ധിച്ച് വീടെന്ന് പറയണത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓടിപ്പാഞ്ഞ് വന്ന് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് വീടെന്ന് പറയണത്. അപ്പം അത് എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണത്. ഏതായാലും ഞങ്ങൾ ഇത്രയും താമസിച്ച് ഏത് വീടായാലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. എനിക്ക് എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ വരണം, എൻ്റെ മെത്തേ കിടക്കണം, എൻ്റെ അച്ഛനെയും കുഞ്ചൂസിനെയും ഗോൾഡൂട്ടനെയും കാണണം. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറയണത്. സോ ഇതാണ് നമ്മളെ ഇവരൊക്കെ ഇപ്പം പൊട്ടും. എന്തെങ്കിലും പറയാനുണ്ടോ? സോ സന്തോഷം കൊണ്ട് വരികയാണ് നമ്മളെല്ലാവരും. എനിക്കാണെങ്കിൽ ഇപ്പം വയറിൻ്റെ വെളി വരും. സോ ഗൈസ്, അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇതൊരു ഭയങ്കര എന്താ പറയുക, എല്ലാവരുടെ താങ്ക്സ്, എല്ലാവരുടെ അപ്പം താങ്ക് യു സോ മച്ച്. ഇപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടത്തോടിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മകളൊക്കെ വച്ചേനെ അമ്മാതിരി സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി കുറേ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ സെറ്റൊക്കെ ചെയ്തിട്ട് വേറൊരു ദിവസം കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.